പിന്നെ ഒരു മാസം കഴിയുമ്പോൾ കുറച്ച് മണ്ണും കൂടെ കൊണ്ടുപോയി ഈ മണ്ണിലൊന്നും ഒരു കുഴപ്പമില്ല. കുഴി കുത്തിട്ടെ ഇവിടെ 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 നോത്ത് ഇവിടെ നോത്ത് ഇവിടെ നോത്ത് ആ മണ്ണ് കാടും വെള്ളത്തിട്ട് നല്ല വളവാ. ഇതിനാണ് ഈ കല്ല് തന്നെയാ നല്ല മണ്ണാണ്. ഇട്ടതാണ് കഴിഞ്ഞ ഉറപ്പുണ്ട് കേട്ടോ. ഇട്ടതാണ് കഴിഞ്ഞ ഉറപ്പുണ്ട് കേട്ടോ. ഇളകി മണ്ണായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ നിൽക്കില്ല. ആ മുണ്ട് കെട്ട് ആദ്യം നമ്മളൊക്കെ ഇരുന്നിട്ട് ഒരു ഇതാക്കണം, എന്നിട്ടില്ല അവരോട് പറയാൻ വിളിച്ചിരുത്തിയിട്ട് പിന്നെ അവര് തമ്മിൽ വെച്ചപ്പാടായ പിന്നെ അത് കഴിയില്ല. അപ്പുറമാക്കണം, രണ്ടെണ്ണം ഉണ്ട്. അവിടെ ശരിയാക്കണം. സജീവ അത് അവിടെ വെക്ക്, അങ്ങനെ അവിടെ വെക്ക്. ഇവര് വരണം, ടീച്ചേഴ്സ് എല്ലാവരും വരണം. ആയിക്കോട്ടെ, ടീച്ചേഴ്സ് കുറച്ച് കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ അതങ്ങനെ അവിടെ വെക്കും. ഇത് ഒറ്റ വർഷം കൊണ്ട് അടിപൊളിയായിട്ട് മാറും എന്ന് പറഞ്ഞാല് അത് എടുത്തിട്ട് മനോജ് മാഷ് ഭാര്യക്ക് അയച്ചു കൊടുക്കുക. കൈക്കോട്ട് പണിയാ ഞാനിതെല്ലാം ചെയ്യലുണ്ട്. മുള നട്ടതാ കണ്ടോ? ഇവരെന്താണെങ്കിലും അടുത്തടുത്തുള്ളത്. അതിനോടനുബന്ധിച്ച് നമ്മൾ കരാവൂർ ശ്രീനാഥിന്റെ വകയിൽ നടത്തപ്പെടുന്ന ഈ വനവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ വൃക്ഷത്തെ നടത്തുന്നതിൻ്റെ ഒരു ചെറിയൊരു മീറ്റിംഗാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റും നമ്മുടെ ചേംബറിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള മനു താഴ്പുഴ ആയിരിക്കും. അവസരത്തിൽ ഇവിടെ നിന്നതായിരിക്കും എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തോളാം. രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് മാസ്ക് മാറ്റിയാ നല്ലത്. എൻവയോൺമെന്റൽ ഭാഗമായിട്ട് നമുക്ക് സിവിലിയൻ ചേംബർ എൻവയോൺമെന്റൽ കരാവൂർ സംഘടനയുടെ പേരിൽ ഈ ഒരു 2024-25 വർഷത്തെ ഈ ഒരു പ്രവർത്തനം നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആദ്യപടിയായി എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ചെടി നടുകയും അതുപോലെ തന്നെ പരിസ്ഥിതിയെ മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലേക്കും ഭാഗമാക്കാനും സാധിച്ചതിന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ തൈ തരികയും ചെയ്ത ഈ ഒരു അവസരത്തിൽ അവർക്ക് നന്ദിയും കൂടെ നൽകിക്കൊണ്ട് ഈ തൈ നടുവാനായി മനോജിനെ ക്ഷണിച്ചു. PT പ്രസിഡന്റ് ആ സാധനം കഴിച്ചു ചകിരി ഇട്ടിട്ട് കുറച്ച് ചകിരി അത് മതി, കുറച്ചപ്പുറത്തേക്ക് എടുക്കാമോ? ഇതിന്റെ പരിപാലനം കൂടി ഉണ്ടാവണേ ടീച്ചറെ. കേട്ടോ, ഇതിന്റെ പരിപാലനം ഇതിന്റെ അകത്തായതുകൊണ്ട് അങ്ങനെ ഇവിടെ എത്തുന്നു. ആ ബാനറിൽ കുറേ കുട്ടികളുണ്ട്. ബാനർ
അത് വളയുന്നില്ല പഴയ തീയുണ്ട് അതല്ല ചെതല് വേറെ വളരെ എപ്പോഴായാലും തോന്നും അതല്ല ഈ സാധനം ഉണ്ടോ വേഗം കയറും അതാണ് വേറെ നന്നായിട്ട് എല്ലാവരും നാളെ കുറച്ച് വെള്ളം അടിക്കും ഇന്നലെ വേര് പൊട്ടും അങ്ങനെ ആവണം പേര് പൊട്ടും ടൈറ്റായിട്ടുണ്ടെങ്കിൽ ഇവര് നട്ടിങ്ങോട്ട് പുറത്തിറങ്ങാൻ ടീച്ചർ ഇങ്ങോട്ട് വീട്ടിൽ പ്രസിഡന്റ് വാ അതെല്ലാവരും അടുത്ത് ഏറെ സന്തോഷമുള്ള ഒരു അവസരം കൂടിയിട്ടാണ്. കാരണം ഒരു വിദ്യാലയത്തിൻ്റെ അങ്കണത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതും അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു മാതൃകയായിട്ടും അവർക്ക് സാധാരണഗതിയിൽ തണൽ മരങ്ങളൊക്കെയാണ് സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ നമ്മൾ നട്ടുപിടിപ്പിക്കാറുള്ളത്. എന്നാൽ ഫലവൃക്ഷ തൈകളാകുമ്പോൾ കുട്ടികൾ കളിച്ച് വളരുന്ന സമയത്ത് തന്നെ അവർക്ക് ഇതിൻ്റെ ഫലങ്ങളെടുത്ത് ഭക്ഷിക്കുവാനുള്ള ഒരവസരം കൂടി പേരാവൂർ ലീജിയൻ ഇത്തരമൊരു പ്രവർത്തനത്തിൽ മുന്നോട്ടേക്ക് വന്നത്. തീർച്ചയായിട്ടും ഞങ്ങളോട് സഹകരിച്ച വിദ്യാലയത്തിലെ മുഴുവൻ ആളോടും PTA കമ്മിറ്റി ഉൾപ്പെടെ എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടുമൊക്കെ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇതിൻ്റെ പരിപാലനവും കൂടെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ രീതിയിൽ ഉണ്ടാവണം. ഞങ്ങൾ ഇതേപോലെ തന്നെ അടുത്ത വർഷം കറക്റ്റായിട്ട്, അതുകൂടാതെ എല്ലാ ദിവസവും ഇവിടെ തന്നെയുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ മെമ്പർമാർ, അവരും കൂടെ ഇത് ശ്രദ്ധിക്കും. സ്കൂളിലെ കുട്ടികൾക്ക് ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് 2 വർഷം കഴിയുമ്പോഴേക്ക്, 2 വർഷം ആവണ്ട, ഇത് ഒറ്റ വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്നതാണ് 2 മാവുകൾ. അത് ആ മാവ് ഓൾ സീസണിൽ വാങ്ങേണ്ടതാണ്, എപ്പോഴും വാങ്ങേണ്ടതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ കർക്കിടക മാസത്തിൽ ഒരു മാങ്ങ എന്നാണോ വിചാരിച്ചാൽ അതും കഴിയും എന്ന രീതിയിലുള്ള തൈകളാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും അതിവിടെ സംരക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരിക്കൽ കൂടി പേരാവൂർ ലീജിയൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും